ഇതൊരു സാധാരണ കരാട്ടെ ക്ലാസ് അല്ല. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അത് കൃത്യമായി ഇവരെ ബോധ്യപ്പെടുത്തുന്നു. മറ്റു ചിന്തകളിലേക്ക് മനസ്സ് വ്യതിചലിക്കാതെ മനസ്സും ശരീരവും ഒരുപോലെ പാകപ്പെടുത്തുകയാണ്. ഫുട്ബോൾ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് തമാശ പറയുന്നതാണെങ്കിൽ അത്, നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും കുടുംബത്തോടൊപ്പമാണ് ഭക്ഷണം കഴിക്കാറ് ആണോ? കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കെന്താ പല സംഗതി ഷെയർ ചെയ്യാം, സംസാരിക്കാം, ഉണ്ടാതിരിക്കാൻ. നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ മക്കളൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കോ? ഇല്ല. എല്ലാവരും പരസ്പരം സംസാരിച്ചിരിക്കില്ലേ? എല്ലാം ലഹരിയാണ്. അതാണ് ലഹരി. യഥാർത്ഥ ലഹരി എന്ന് പറയുന്നതാണ്. രാസ ലഹരി എന്ന് പറയുന്ന സംഗതിയിലേക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ഒരു പടി മുന്നോട്ട് വെക്കാൻ നിൽക്കരുത്. അടിക്കടിയുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ഇവരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയം പ്രതിരോധവും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ ഒരാൾ എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ സെൽഫ് ഡിഫെൻസ് പോലെ അവരെ ബ്ലോക്ക് ചെയ്ത് കൈ മാറ്റി വിടും. എന്നിട്ട് ആരോഗ്യം വർദ്ധിക്കാനും സെൽഫ് ഡിഫെൻസിനും വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലികളും നടത്തുന്നുണ്ട്. ഇവർ ചെയ്യുന്ന എക്സസൈസിലൂടെയും ഇവർ ചെയ്യുന്ന ഇതിലൂടെയും അവർ നമ്മുടെ ബോഡിയെ ബഹുമാനിക്കുന്നു. അതിലൂടെ അവർ അചഞ്ചലമായ ഒരു മനസ്സിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവർ മനസ്സ് കെട്ടിപ്പടുത്ത് ഉയർത്തുന്നു. അതോടൊപ്പം അവർ ലഹരി മുക്ത മനോഭാവത്തിലേക്ക് അവർ വളർന്നു വരുന്നു എന്നുള്ളതാണ്.